അല്ല ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാടത്ത് വെള്ളം കയറ്റി എന്തൊക്കെ ഉണ്ടായെന്നാണ് കഴിഞ്ഞ വീഡിയോ കാണിച്ചത്. കാണാത്തവർ പോയി കണ്ടാൽ നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ പാടത്ത് നമ്മൾ പൂള പറിച്ച് കൊടുക്കുന്നല്ലാതെ എന്ത് കാട്ടിന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറിച്ച് കൊടുക്കുന്നത് ഇതാ കണ്ടാൽ. ഇങ്ങനെ പൂള അച്ചേർക്ക് കൊടുന്ന് വെക്കുകയും ചെയ്തത്. പക്ഷെ തണ്ടുമെന്ന് പൂള വേറെ എടുത്തിട്ട് ചെയ്യാൻ ചുരുക്കം. അങ്ങനെ കൊടുക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ വിൽക്കാനും പിന്നെ ഓരോ ആൾക്കാരിൻ്റെ വാങ്ങാൻ വരുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തണ്ട് മാത്രമായതാണ്. ബാക്കി പൂളൊക്കെ എടുത്ത് ഇത്രയും ഭാഗം വിറ്റ് ഇനി ഇതും കൂടെ ഉള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ പതുക്കെ മഴ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് ഇങ്ങനെ പറിച്ച് വെക്കുക. ഇതാണ് ടൈം. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ പൂള ചിലപ്പോൾ തണ്ടുമെന്ന് വേറെടുത്തി പറിച്ച് വെക്കുമ്പോൾ കൂടുതൽ ടൈം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചവർപ്പും ഒരു കരൊക്കെ ഒലിച്ചു പോയിട്ട് ഒരു വാട്ടം കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു ഉണക്കൊക്കെ ഒരു ഉണങ്ങിയ മാതിരിയൊക്കെ ഒരു ഇത്. ഇങ്ങനെ വെക്കുമ്പോൾ അതുണ്ടാവില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ ഒരു 10-20 ദിവസം കൂടി എക്സ്ട്രാ ഇങ്ങനെ ഇതുപോലെ നിൽക്കും, ഫ്രഷായിട്ട് നിൽക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ പെട്ടെന്ന് കയറിയാൽ അങ്ങനെ പറിച്ച് കൊടുന്ന് വെച്ചാൽ മതി. പേരൻ്റെ മേലെ എവിടെയെങ്കിലും കൊടുന്ന് വെച്ചാലും സീൻ ചെയ്യുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ പ്ലാവുണ്ട്, ഉഷാറായവരുണ്ട്. ഇതിന് വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം, പറഞ്ഞാൽ മതി. പിന്നെ വേറെ ഒരു സംഭവമുണ്ട്. നമ്മൾ അടുത്ത കൊല്ലത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ വളം കണ്ട കോഴിക്കാട്ടൊക്കെ അയത്തിനെ വീഴുന്ന രീതിയിൽ കോഴിക്കൾ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നുള്ളതും എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, എന്തിനു യൂസ് ചെയ്യുന്നതൊക്കെ അടുത്ത കൊല്ലം പറഞ്ഞുതരാം. നമ്മളൊരു മിക്സാണ്. എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഞാൻ പറയട്ടാ. ഓക്കെ, അപ്പോൾ ഓക്കെ.